ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ തുടങ്ങാൻ പോകുന്നത് മൊഡ്യൂൾ 5 ആണ്. അതിൽ നമ്മൾ ഷീറ്റ് മെറ്റലിൻ്റെ പരിപാടികളാണ്. വർക്ക്ഷോപ്പിലെ ഷീറ്റ് മെറ്റലാണ്. നമുക്കൊന്ന് പ്രിൻസിപ്പിൾ ഓഫ് 3-to-1 പ്രിൻസിപ്പിൾ ഓഫ് ലൊക്കേഷൻ മെത്തേഡ്സിനെ പറ്റിയുണ്ട്. ലൊക്കേറ്റിംഗ് ഫ്രം പ്ലെയിൻ ഉണ്ട്, സർക്കുലർ സർഫസ് ഉണ്ട്, നമുക്ക് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ക്ലാമ്പിംഗ് ഉണ്ട്, ടൈപ്പ് ഓഫ് ക്ലാംപ്സ്, സ്ട്രാപ്പ്, ക്യാം, സ്ട്രൂക്ക്, ലാച്ച്, വെഡ്ജ്, ഹൈഡ്രോളിക്, ന്യൂമാറ്റിക് ക്ലാമ്പിംഗ്. അങ്ങനെ ഷീറ്റ് മെറ്റൽ ആൻഡ് ഷിയറിംഗ് ആക്ഷൻ, ഷിയറിംഗ് ഓപ്പറേഷൻസ്, ബ്ലേങ്കിങ്, പിയേഴ്സിംഗ്, ട്രിമ്മിങ്, നിബ്ബിംഗ്, നോച്ചിങ്, പഞ്ച് ഫോഴ്സ്, ന്യൂമറിക്കൽ സോൾഡ് പ്രോബ്ലം ഉണ്ട്, ടെൻഷൻ ഓപ്പറേഷന്, സ്ട്രെച്ച് ഫോമിംഗ് ഉണ്ട്. നമുക്ക് അടുത്ത കംപ്രഷൻ ഓപ്പറേഷൻസിൽ കോയിനിങ്ങും സൈസിങ്, അയണിങ്ങും, ഹോപ്പിങ്ങിനെയും പറ്റി പഠിക്കാനുണ്ട്. പിന്നെ ടെൻഷൻ ആൻഡ് കംപ്രഷൻ ഓപ്പറേഷൻ, ഡ്രോയിങ്, സ്പിന്നിങ്, ബെൻഡിങ്, ടൈപ്പ് ഓഫ് ഡൈസ്, കോമ്പൗണ്ട് ആൻഡ് പ്രോഗ്രസീവ് ഡൈസ്. നമുക്ക് എന്തായാലും പ്രിൻസിപ്പിൾ ഓഫ് ലൊക്കേഷൻ നമുക്ക് നോക്കാം. ഇപ്പം 3-to-1 പ്രിൻസിപ്പിളുണ്ട്. ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വലി പെർപെൻഡിക്കുലർ പ്ലെയിൻസ്, പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് പോയിൻറ്റ്, ചെറിയ പോയിൻറ്റ്, പ്രിൻസിപ്പിൾ ഓഫ് എക്സ്ട്രീം പൊസിഷൻ. നമുക്ക് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് 3-to-1 പ്രിൻസിപ്പിൾ ഓഫ് ലൊക്കേഷൻ എന്താണെന്ന് നമുക്ക് സംസാരിച്ചാലോ. എ കോമൺലി യൂസ്ഡ് മെത്തേഡ് ഫോർ restricting the 12 degrees of freedom. അടുത്ത, it consists of 3 steps that employ 3 pins, then 2 pins, and then one fixed pin of non-location. It is also known as 6-point location principle. Motion is restricted using clamps and locators. It gives rise to proper arresting of all the motions. Principle of location. കണ്ടില്ലേ, ഐസോമെട്രിക് ഓർത്തോ പ്രൊജക്ഷൻ വ്യൂ കണ്ട, നമ്മൾ ഇത് കാണിച്ചേക്കുന്ന കണ്ട, ഓരോ ഇതാണ് ഓർത്തോഗ്രാഫിക് വ്യൂവിൽ കണ്ട ഇങ്ങനെ വന്നിരിക്കുന്ന കണ്ട, ഇത് മേളിൽ വന്നു നമ്മൾ വിചാരിക്കുന്ന പോലെ അതാ കണ്ട, ഈ ഒരു സ്ട്രക്ചറിനെ ഐസോമെട്രിക് വ്യൂ, പ്രിൻസിപ്പൽ ലൊക്കേഷൻ. ഈ പടം ഇമ്പോർട്ടൻ്റ്, എല്ലാവരും വരച്ച് പ്രാക്ടീസ് ചെയ്യുക. താഴത്തെ പ്രിൻസിപ്പൽ ലൊക്കേഷൻ വീണ്ടും വന്നിരിക്കുന്നു, കണ്ടില്ലേ. ഇനി നമുക്ക് അടുത്തത് 3-to-1 പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എ 3-pin ബേസ് ക്യാൻ റെസ്ട്രിക്റ്റ് 5 months. എൻ്റെ അമ്മോ, റൊട്ടേഷൻ ക്ലോക്ക് വൈസും ഉണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസും ഉണ്ട്. എബൌട്ട് എക്സ് ആൻഡ് വൈ ആക്സിസ് 4 motion. ട്രാൻസ്ലേഷൻ അലോങ് വി ഇസഡ് ആക്സിസ് 1 motion. കണ്ട ഈ പടം നന്നായിട്ട് വരയ്ക്കുക നിങ്ങൾ. ഇനി അടുത്തതാണ് 2 more pin type locators are positioned in a vertical plane to restrict the movement of the part around z axis. 2 motions clockwise and anti-clockwise rotation and translation along positive y axis 1 motion in the direction 8. അടുത്തതാണ് നമ്മൾ സിംഗിൾ പിൻ നോക്കാം. സിംഗിൾ പിൻ എന്താണെന്ന് നമുക്ക് നോക്കാം. എ സിംഗിൾ പിൻ ലൊക്കേറ്റർ ഇൻ വെർട്ടിക്കൽ പ്ലെയിൻ റെസ്ട്രിക്ഷൻ മോഷൻ അലോങ് ഡയറക്ഷൻ 7, 1 motion in x axis. കണ്ടോ, ഈ പടം അങ്ങ് വരച്ച് വെക്കുക എല്ലാവരും. ഈ പടമാണ് ഇമ്പോർട്ടൻ്റ്. ഇതിൽ പടം വരച്ച് വയ്ക്കുക. അടുത്ത 3 pins RX, CW, CCW. അടുത്തത് RY, CW, CCW. പിന്നെ Z. 2 pins വരുമ്പോൾ RZ, CW, CCW. പിന്നെ 1 pin X. Direction 9, 10 and 11 are restricted by a clamping device. 3 motion, positive Z, positive X, minus. Locating methods. Depending upon the nature of surfaces to be located, most commonly methods of locating surfaces are given below. Locating from plane surface, locating from circular surfaces, concentric locating, locating from plane surface,
മെഷീൻ ടേബിൾ, ബേസിക് റെഫറൻസ് പ്ലേസ് കാണിക്കുന്നുണ്ട്. ഇതാ കണ്ടല്ലോ, ഈ ഒരു ലൊക്കേറ്റിംഗ് ഫ്രം പ്ലെയിൻ സർഫസ് ഇത് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. വർക്ക് പീസ് ഇതാ അടുത്തത് ലൊക്കേറ്റർ, വർക്ക് പീസ്, മെഷീൻ ടേബിൾ എല്ലാം കാണിക്കുന്നുണ്ട്. ഈ പടങ്ങൾ രണ്ടും നല്ല രീതിയിൽ വരയ്ക്കുക. ഇനി അടുത്തതാണ് നമ്മുടെ ലൊക്കേറ്റിംഗ് ഫ്രം പ്ലെയിൻ സർഫസ്. The basic reference for locating is a flat plane, generally a machine table. If the workpiece has a flat side to mate with the machine table, the machine table becomes the locating surface. If the workpiece does not have a flat surface to mate with the machine table, a minimum of 3 points locators must be used to locate the workpiece. അടുത്തതാണ് ലൊക്കേറ്റിംഗ് ഫ്രം സർക്കുലർ സർഫസസ്. ഈ പടങ്ങൾ കോണിക്കൽ ലൊക്കേറ്ററും വി ലൊക്കേറ്ററും വരച്ച് പഠിക്കുക. ഇതാ കണ്ട വി ലൊക്കേറ്റർ 90 ഡിഗ്രി കാണിച്ചേക്കുന്നു. ഇതാ വർക്ക് പീസ് ലൊക്കേറ്റർ വെച്ച് ചെയ്യുന്നത് കണ്ട മെഷീൻ ടേബിൾ. നമുക്കിനി ഇതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചാലോ? ഒന്ന് ലൊക്കേറ്റിംഗ് ഫ്രം സർക്കുലർ സർഫസിനെ പറ്റി ഒരു സംസാരം, ഒരു ഡയലോഗ് പറഞ്ഞേക്കാം. ബേസിക് റെഫറൻസ് ഫോർ ലൊക്കേറ്റിംഗ് ഫ്രം സർക്കുലർ സർഫസ് ഈസ് ദ ഫ്ലാറ്റ് പ്ലെയിൻ ഓഫ് ദ മെഷീൻ ടൂൾ ടേബിൾ സർഫസ്. ഇനി അടുത്ത സർക്കുലർ വർക്ക് പീസ് മസ്റ്റ് ബി ലൊക്കേറ്റഡ് വിത്ത് ഇറ്റ്സ് ആക്സിസ് പാരലൽ വിത്ത് ദ ബേസിക് റെഫറൻസ് പ്ലെയിൻ. കോണിക്കൽ ലൊക്കേഷൻ മെത്തേഡ് ഈസ് എംപ്ലോയിഡ് when locating is done from a hole. V method is also used to locate round workpieces or workpieces with convex circular surfaces. അടുത്തതാണ് നമ്മുടെ കോൺസെൻട്രേറ്റിംഗ് ലൊക്കേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? Concentric locators locate a workpiece from its axis. This axis may or may not be in the center of the workpiece. The most common type of concentric location is a locating pin placed in a hole. Kanda workpiece concentric locator. Principle of clamping എന്താണ്? Clamping should be strong and rigid enough to hold the workpiece during machining. Clamping force should act on heavy parts and against supporting and locating surfaces. Clamping device should be capable to be unaffected by the vibrations or heavy pressure generated during an operation. Clamping should be easy, quick and consistently adequate. Clamping system should comprise of less number of parts for ease of design, operation and maintenance. The workpiece being clamped should not be damaged due to application of clamping pressure by the clamping unit. It should also be user friendly, like its clamping and releasing should be easy and less time consuming. അടുത്ത സ്ട്രാപ്പ് ക്ലാമ്പ് എന്താണ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? സ്ട്രാപ്പ് ക്ലാമ്പിൻ്റെ പടം നോക്കാം നമുക്ക്. ഇതാ വർക്ക് പീസ് കാണിച്ചിരിക്കുന്നു, സ്പ്രിംഗ് ലോഡഡ് നട്ട് കാണിച്ചു കണ്ട, ദാ ജിഗ് ഫിക്സ്ചർ ഓഫ് ബോഡി, ഇതാ കണ്ട സ്പ്രിംഗ് ക്ലാമ്പിംഗ് നട്ട് വർക്ക് പീസ് കാണിച്ചിരിക്കുന്നുണ്ട്. ഈ പടം എല്ലാവരും ഇപ്പം തന്നെ വരച്ചു. ബ്രിഡ്ജ് ക്ലാമ്പ് നമുക്കൊന്ന് പരിചയപ്പെടാം വരെയെന്ന്. സ്ട്രാപ്പ് ഓർ ബ്രിഡ്ജ് ക്ലാംപ്സ് ആർ മെയ്ഡ് ഓഫ് റെക്ടാങ്കുലർ പ്ലേറ്റ്സ് and acts like levers. The clamping is done with the help of lever pressure acting as a strap on the workpiece. Clamping force is applied by spring-loaded clamping nut. The compressive force of the nut is shared between workpiece and clamp support. Strong is fitted with the clamp for its automatic lifting. When the clamping nut is loosened to remove the workpiece from jig or fixture,
ഫിക്സ്ചർ വരും. ഇനി അടുത്ത ക്യാം ക്ലാംസ് നമുക്കൊന്ന് നോക്കിയാലോ അതിൻ്റെ പടങ്ങൾ. ഇതാ ഈ പടങ്ങൾ വരയ്ക്കുക നിങ്ങൾ. ക്യാം ക്ലാമ്പ് കണ്ട ഇതാ ഫ്ലാറ്റ് ഇതാ ഇങ്ങനെയാണ് ക്യാം ക്ലാമ്പ് വരുന്നത്. ഇതാ സിലിണ്ടറിക്കൽ ക്യാം, ഹൈ സെൻറ്റർ, ഫ്ലാറ്റ് എസെൻട്രിക് ക്ലാമ്പ്, ഫ്ലാറ്റ് സ്പൈറൽ ക്യാം കണ്ട അത് വരച്ച് പഠിക്കുക എല്ലാവരും. ഇനി ക്യാം ക്ലാംസ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്ക് പരിചയപ്പെട്ടുകളാം. ക്യാം ആക്ഷൻ ക്ലാംസ് ഫ്രീക്വൻ്റ്ലി ആർ യൂസ്ഡ് ഫോർ ഫാസ്റ്റ് ഓപ്പറേറ്റിംഗ് ക്ലാമ്പിംഗ് ഡിവൈസസ്. അടുത്തതാ ദ ത്രീ പ്രിൻസിപ്പൽ ടൈപ്പ് ഓഫ് ക്യാം ആക്ഷൻ ക്ലാംസ് യൂസ്ഡ് ഫോർ വർക്ക് ഹോൾഡേഴ്സ്, ഫ്ലാറ്റ് എസെൻട്രിക്, ഫ്ലാറ്റ് സ്പൈറൽ ആൻഡ് സിലിണ്ടറിക്കൽ. Flat eccentric cams operate on a high center principle and must be positioned exactly at the high center to hold properly. Flat spiral cams, on the other hand, have a locking range which permits them to hold at any point within the range along the cam surface. Of these two styles, the flat spiral cam is the earliest and safest to use. അടുത്തതാ സ്ക്രൂ ക്ലാമ്പ്. സ്ക്രൂ ക്ലാമ്പ് എന്ന് വെച്ചാൽ ഇതാ കണ്ടോളൂ, ഇതാ ഈ പടം വരയ്ക്കുക. സ്ക്രൂ ക്ലാമ്പ് വരുമ്പോൾ ക്യാരക്ടറിസ്റ്റിക്: നോ ടെൻഡൻസി ഓഫ് ലൂസനിങ് അണ്ടർ വൈബ്രേഷൻ, സ്ലോ ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ്, നോട്ട് suitable for mass production. Advantage: adequate force can be exerted, resisting loosening tendencies set up by vibration. Limitation: relatively slow, not suitable for mass production. Latch clamp. Stud, workpiece, strap, swing of strap, pivot. It can be swung out or in for loading and unloading the workpiece. Characteristics: quick acting, suitable for light work. Main advantages in the ease and speed of manipulation. Advantage: quick acting, easy to use and manipulate. Limitation: suitable for light work only, difficult to secure rigidity. Wedge clamp. Wedge action clamps use the basic principle of the inclined plane to surely, securely hold and clamp workpiece. Wedge clamps are flat and conical. Flat wedge clamp works as a flat cam to provide holding force. The clamp is tightened and released by swinging the lever around the fulcrum pivot and contacting the inclined wedge against the spherical head pin. Conical wedges or mandrels normally are used in two styles: the solid mandrel and expansion mandrel. The wedging action of the conical surface directly or indirectly holds the workpiece. കണ്ട ഈ പടം വരച്ച് പഠിക്കുക എല്ലാവരും. ഇതാ വെഡ്ജ് ക്ലാമ്പ്, കോണിക്കൽ വെഡ്ജ് ക്ലാമ്പ് കണ്ടോ? നിങ്ങൾക്ക് കാണാമോ? ക്ലിയർ ആയല്ലോ ഇപ്പോൾ? വെഡ്ജ് ക്ലാമ്പ് നമ്മളിത് കഴിഞ്ഞു. ഇനി അടുത്തതാണ് ഹൈഡ്രോളിക് ആൻഡ് ന്യൂമാറ്റിക് ക്ലാമ്പിംഗ്. നോക്കിയാലോ? ഇതാ അതിൻ്റെ ഫിഗർ തന്നെയാണ്. ഇതാ എയർ വാൾ കാണിച്ചിട്ടുണ്ട്. 2 പ്ലാന്റ് സപ്ലൈ 1 MPa ചേമ്പർ പ്രഷർ, ഏരിയ ഓഫ് പിസ്റ്റൺ കണ്ട, ഏരിയ ഓഫ് റാം, ഹൈഡ്രോളിക് ഓയിൽ 10 MPa. പിന്നെ അത് റിട്രാക്റ്റബിൾ ഷോർട്ട് സ്ട്രോക്ക് പിസ്റ്റൺ, hydraulic clamp mechanism, work, machine table. Many of the previously mentioned clamps may be actuated by hydraulic or pneumatic methods when large production quantity justifies them.
Pneumatically operated lamps differ from hydraulically operated ones in the size of the cylinder, which is smaller with hydraulics because of the higher pressure. Faster advantage, faster clamping, uniform and equalized clamping pressure, and less operator fatigue, used for mass production. ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻ. നമുക്ക് ഷിയറിംഗ് നോക്കാം. ഷിയറിംഗ്, ബ്ലെങ്കിങ്, പഞ്ചിങ്, ടൈമിങ്, സ്ലിറ്റിംഗ്, പെർഫറേറ്റിംഗ്. ടെൻഷൻ, സ്ട്രെച്ച് ഫോമിംഗ്, കംപ്രഷൻ, കോയിനിങ്, സൈസിങ്, അയണിങ്, ഹോബിങ്. ടെൻഷൻ ആൻഡ് കംപ്രഷൻ, ഡീപ്പ് ഡ്രോയിങ്, സ്പിന്നിങ്, ബെൻഡിങ്, ഫോമിംഗ്, എംബോസിങ്. ഷിയറിംഗ്. Sheet metal subjected to shear stress developed between punch and die is called shearing. Shearing generally starts with the formation of cracks on both the top and bottom edges of the workpiece at points A and B, C and D. Cracks eventually meet each other and complete separation occurs. The clearance, penetration, fracture surface. കണ്ട, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്നു. പഞ്ച്, ഷീറ്റ്, ക്രാക്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇനി അടുത്തത് മേജർ പ്രോസസ്സിംഗ് ഓഫ് പാരാമീറ്റേഴ്സ് ഷിയറിംഗ് ആർ: the shape of the punch and die, the speed of punching, lubrication, the clearance C between the punch and the die. പഞ്ച് ഫോഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. The force required to punch out a blank is basically, വീണ്ടും ടെക്നിക്കൽ പ്രോബ്ലം വന്നു, എന്ത് ചെയ്യാം. പഞ്ച് ഫോഴ്സ് എന്താണെന്ന് നോക്കാം. The force required to punch out a blank is basically the product of the shear strength of the sheet metal and the total area bending shear along the periphery. The maximum punch force F can be estimated from the equation 0.7 TL UTS. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇത് അടുത്ത ക്ലിയറൻസ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. As the clearance increases, the zone of deformation becomes larger and the sheared edge becomes rougher. The sheet tends to be pulled into the clearance region and the perimeter edges of the sheared zone become rougher. നമുക്കൊന്ന് ഷിയറിംഗ് ഓപ്പറേഷൻ നോക്കിയാലോ. പഞ്ചിങ് ഉണ്ട്, ബ്ലേങ്കിങ് ഉണ്ട്, ട്രിമ്മിങ് ഉണ്ട്, പെർഫോറേറ്റിംഗ് ഉണ്ട്, പാർട്ടിംഗ് ഉണ്ട്, നോച്ചിങ് ഉണ്ട്, ലാൻസിങ് ഉണ്ട്, നിബ്ലിംഗ് ഉണ്ട്. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ പഞ്ചിങ് എന്താണെന്ന്. പഞ്ചിങ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. പഞ്ചിങ് എന്ന് വെച്ചാൽ ഷിയറിംഗ് പ്രോസസ് യൂസിങ് എ ഡൈ ആൻഡ് പഞ്ച് വെയർ ദ ഇൻറ്റീരിയർ പോർഷൻ ഓഫ് ദ ഷിയർഡ് ഷീറ്റ് ഈസ് ടു ബി ഡിസ്കാർഡ്. അത് ചെയ്തു. നമ്മൾ അടുത്ത പ്രോസസ്സാണ് ബ്ലാങ്കിങ്ങിലേക്ക്. ഷിയറിംഗ് പ്രോസസ് യൂസിങ് എ ഡൈ ആൻഡ് എ പഞ്ച് വെയർ ദ എക്സ്റ്റീരിയർ പോർഷൻ ഓഫ് ദ ഷിയർഡ് ഷീറ്റ് ഈസ് ടു ബി ഡിസ്കാർഡ്. അടുത്തതാണ് ട്രിമ്മിങ്. ഷിയർ പ്രോസസ് ബൈ വിച്ച് ഫ്ലാഷ് ഈസ് കട്ട് ഓഫ് ബിഫോർ ദ പാർട്ട് ഈസ് യൂസ്ഡ്. പെർഫറേറ്റിംഗ്, പഞ്ചിങ് എ നമ്പർ ഓഫ് ഹോൾസ് ഇൻ എ ഷീറ്റ്. പാർട്ടിംഗ്, shearing the sheet into 2 or more pieces. Notching, removing pieces from the edges. Lancing, leaving a tab without removing any material. Nibbling, overlapping holes. കണ്ട, നമ്മൾ പഞ്ചിങ്ങിൻ്റെതാ ചെയ്യാൻ പോകണം. പിന്നെ ഡിസ്കാർഡ്, ബ്ലാങ്കിങ്, പിന്നെ കണ്ട പ്രോസസ്സ് ലാൻസിങ്. കണ്ട, ലാൻസിങ് ഇങ്ങനെയാണ് വരുന്നത്. നോച്ചിങ് ഒക്കെ ചെയ്ത് പെർഫറേറ്റിങ് ചെയ്ത് എന്നിട്ട് ഇതേപോലെ എടുക്കും മെഷീൻ.
ഇനി അടുത്ത സ്ട്രെച്ച് ഫോമിങ്, ടെൻഷൻ ഓപ്പറേഷൻ വരുമ്പോൾ ഇതാ കണ്ട ഫസ്റ്റ് എ പ്രോസസ്സർ, പിന്നെ 2 എ പ്രോസസ്. അലുമിനിയം സ്കിൻസ് എയർക്രാഫ്റ്റ് ക്യാൻ ബി സ്ട്രെച്ച് ഫോമിങ് ഓപ്പറേഷനാണ്. അലുമിനിയം സ്കിൻസ് എയർക്രാഫ്റ്റ് ക്യാൻ ബി മെയ്ഡ് ബൈ ദിസ് പ്രോസസ്. ഫ്രിൽ ബാത്ത്, സ്ട്രെച്ച് ഫോമിങ്, ഹൈഡ്രോളിക് പ്രസ് ഇയും പറഞ്ഞിട്ടുണ്ട്. സ്ട്രെച്ച് ഫോമിങ് ഉണ്ട്, സൈസിങ് ഉണ്ട്, ക്ലോണിങ് ഉണ്ട്, ഹോപ്പിംഗ് ഉണ്ട്, ബെൻഡിങ് ടെർമിനോളജി ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാക്സിമം എല്ലാം നോക്കി. നമ്മളിനി സ്ട്രെച്ച് ഫോമിങ് കഴിഞ്ഞു. സ്ട്രെച്ച് ഫോമിങ് എന്താണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. It is a metal forming a process in which a piece of sheet metal is stretched and bent simultaneously over a die in order to form a large contoured parts. It is performed on a stretch press in which a piece of sheet metal is securely gripped along its edges by gripping jaws. The gripping of jaws are each attached to a carriage that is pulled by pneumatic or hydraulic force to be stretched the sheet. The tooling used is a stretch from foam block called a foam die, which is a solid contoured piece against which the sheet metal will be pressed. Stretch forming is used primarily to make aircraft wing skin panels, fuselages and boat hulls. It is used for low volume production. It is versatile and economical, particularly for the aerospace industry. നമുക്കൊന്ന് സൈസിങ് ഒന്ന് സംസാരിച്ചാലോ. സൈസിങ്, ഡൈ വക്ക് ഫോഴ്സ് 2 ഭാഗത്തും കൊടുക്കുന്നു ഡൈയിൽ. അപ്പോൾ നമുക്കൊന്ന് സംസാരിച്ചാലോ. ഹിയർ ദ മെറ്റൽ ഈസ് ഡിഫോംഡ് ടു എ പർട്ടിക്കുലർ സൈസ് ബൈ അപ്ലൈയിങ് ഫോഴ്സ്. നമുക്കൊന്ന് ക്ലോണിങ് നോക്കിയാലോ. ക്ലോണിങ് പ്രോസസ് കണ്ട ഡൈ, അപ്പർ ഡൈ, ലോവർ ഡൈ, വർക്ക് പീസ് അടിയിൽ, ലോവർ ഡൈ, പിന്നെ അതാണ് പ്രസ് ചെയ്യുമ്പോൾ. നമുക്കൊന്ന് സംസാരിച്ചാലോ ഇതിനെപ്പറ്റി. ദ കോയിനിങ് പ്രോസസ്. Coining process involves the production of impression and rising of images characters from a punch die into the metal. The metal is made to flow and design opposite to the one on the die is formed on the coined piece. It is employed for making coins, medals, etc. Coining. അതിലുണ്ടാകുന്നത് മെഡൽസും കോയിനിങ്ങൊക്കെ കോയിൻസൊക്കെ ഉണ്ടാക്കാനാണ്. ഇനി അടുത്ത അയണിങ്ങിൻ്റെ പ്രോസസ്സ് കണ്ടല്ലോ. വർക്ക് പീസും പഞ്ച് ചെയ്യുമ്പോൾ 2 ഡൈ ഇപ്പുറമുള്ള ഡൈൻ്റെ ഇടയ്ക്ക്. Ironing is a sheet metal forming process that uniformly thins the workpiece in a specific area. This is very useful process when employed in a combination with the deep drawing to produce a uniform wall thickness part with a greater height to diameter ratio. One example of ironing can be found in the manufacture of aluminum beverage cans, which are actually pressed from flat sheets of thicker materials. Hobbing എന്താണ്? Hobbing is the process of deforming the metal to a specific surface shape using the die of required shape and applying required force. എൻ്റെ അമ്മോ, ബേസിക് ടെർമിനോളജി കണ്ട ഇങ്ങനെയാണ്. എന്തു ചെയ്യാം.
വി ബെൻഡിങ്, എഡ്ജ് ബെൻഡിങ്. നമ്മൾ കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞു. ലാസ്റ്റ് നമ്മളൊരു ടോപ്പിക്കാണ് നോക്കുന്നത്. പ്രോഗ്രസീവ് ഡൈ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, കോമ്പൗണ്ട് ഡൈ കാണിച്ചിട്ടുണ്ട്, സിമ്പിൾ ഡൈ, അങ്ങനെ കുറേ കാര്യങ്ങൾ. സ്പിന്നിങ്, ഷിയർ സ്പിന്നിങ്ങും ഉണ്ട്. സ്പിന്നിങ് കൊടുത്തിട്ടുണ്ട്, സ്പിന്നിങ്ങിൻ്റെ ഇത് കണ്ട, സ്പിൻ ചെയ്ത് എടുക്കുക, ഷേപ്പ് എടുക്കും. ഷിയർ സ്പിന്നിങ്ങും ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ. നമുക്ക് ഇൻ ബെൻഡിങ് ഔട്ടർ ഫൈബേഴ്സ്, ടെൻഷൻ ഇന്നർ ഫൈബേഴ്സ് ഇൻ കംപ്രഷൻ. ബെൻഡിങ് അലവൻസ് ദ length of neutral axis in the bend and is used to determine the blank length of bend part. Bend allowance will be alpha into r plus kt. K value range from 0.33 to 0.5. Spring back effect in bending. Plastic deformation always is followed by some elastic recovery when the load is removed because of a finite modulus of elasticity. Spring back in bending. Spring back occurs not only in flat sheets and plates but also in solid or hollow and tubes of any cross section. The final bend angle after spring back is smaller than the angle to which the party was bent, and the final bend radius is larger than before spring back occurs. Spring back compensation. Spring back in form operation usually is compensated for by hole bending the part. Another method is to coin the bend area by subjecting it highly localized compressive stresses, compressive stress form G, between the tip of the punch and the die surface, a technique known as bottoming the punch. Another method is stretch bending, in which the part is subjected to tension while being bending. The V bending and edge bending ആണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഷിയർ സ്പിന്നിങ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ, ഒന്ന് സംസാരിച്ചാലോ. In conventional spinning, a circular blank, a flat or performed sheet metal is placed and held against a mandrel and rotated while a rigid tool deforms and shapes the material over the mandrel. Shear spinning is also known as power spinning and hot turning, hydro spinning and spin forging. It produces an asymmetric, conical or curvilinear shape, reducing the sheet thickness while maintaining its maximum diameter. A single forming roller can be used, but two rollers are preferable in order to balance the forces acting on the mandrel. Parts up to 3 meter in diameter can be formed by shear spinning. This operation wastes little material and it can be completed in a relatively short time, in some cases in as little as a few seconds. Typical parts made are rocket motor casings and missile nose cones. ഇതാണ് ഷിയർ സ്പിന്നിങ്, ബ്ലാങ്ക്, മാൻഡ്രൽ, കോൺ, റോളർ.
The spinnability of a metal in this process generally is defined as the maximum reduction thickness to which a part can be subjected by spinning without fracture. Spinnability is found to be related to tensile reduction of area of the material. If a metal has a tensile reduction area of 50% or higher, its thickness can be reduced by as much as 80% in just one spinning pass. For metals with low ductility, the operation is carried out at elevated temperatures by heating the blank in a furnace and transferring it rapidly to the mandrel. Tube spinning. In tube spinning, the thickness of hollow cylindrical blanks reduced or shaped by spinning them on a solid round mandrel using rollers. The reduction in wall thickness results in a longer tube. This operation may be performed externally with the tube over a mandrel or internally with the tube enclosed by a die. The parts may be spun forward or backward. The maximum thickness reduction per pass in tube spinning is related to the tensile reduction of area of the material. Tube spinning can be used to make rocket, missile and jet engine parts, pressure vessel and automotive components such as car and truck wheels. അത്രയേ ഉള്ളൂ. Drawing is the process of producing thin walled, hollow or vessel shaped parts from the sheet metal. And the drawing process can be divided into two types: deep drawing and shallow drawing. Deep drawing, the length of the object to be drawn in deeper than its width. Example, tubes, pipe use. In shallow drawing or box drawing, the length of the object to be drawn is less than the width. For example, seamless ports, tubes, cans, automobile panel, tops and hoods, etc. Shearing die, simple, compound, combination, progressive. Simple എന്ന് വെച്ചാൽ single operation with a single stroke. Compound, two or more operation in a single stroke at one station. Combination, two operation at two station. Progressive, two or more operation, two or more stations with each press stroke creates what is called strip development. Simple die കൊടുത്തേക്കുന്നുണ്ട്. ഈ പടം നിങ്ങൾ വരയ്ക്കുക. പെരിഫറേറ്റിംഗ് പഞ്ച് കാണിച്ച്, സ്ട്രിപ്പർ കാണിച്ച്, മെട്രിക്സ് പിന്നെ പാർട്ട്, ഇങ്ങനെ പ്രോഗ്രസീവ് ഡൈ എല്ലാം കാണിച്ചിട്ടുണ്ട്. ഈ കോമ്പൗണ്ട് ഡൈ നിങ്ങൾ വരച്ച് പഠിക്കുക എല്ലാവരും. അടുത്ത സിമ്പിളാണ് പ്രോഗ്രസീവ് ഡൈ, റാം, ബ്ലാങ്കിങ് പഞ്ച്, അങ്ങനെ പല കാണിച്ചു. ഫിനിഷ്ഡ് വെതർ, സ്ക്രാപ്പ്, ഫസ്റ്റ് ഓപ്പറേഷൻ എല്ലാം കാണിച്ചിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ക്ലാസ് ഇന്നത്തെ കഴിഞ്ഞു. നമ്മൾ മൊഡ്യൂൾ 5 തീർത്തിട്ടുണ്ട് മാനുഫാക്ചറിങ്ങിൽ വിജയകരമായി. മൊഡ്യൂൾ 5 കംപ്ലീറ്റ് തീർന്നു. ഞാൻ പോലും വിചാരിച്ചില്ല തീരുമെന്ന്. പക്ഷേ മാനുഫാക്ചറിങ് ഏകദേശം നിങ്ങൾക്ക് കംപ്ലീറ്റായി. ഇനി വെൽഡിങ് കുറച്ച് ടോപ്പിക് മാത്രമേ ഉള്ളൂ. സോൾഡറിങ്ങും ബ്രേസിങ്ങും ഉടൻ എടുക്കുന്നതാണ്. താങ്ക് യു വെരി മച്ച്. ബൈ.